إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ, അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ കാത്ത് സൂക്ഷിച്ച് മുത്തഖീങ്ങളായി മുവഹിദുകളായി ജീവിച്ച് മരിക്കുവാൻ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണമെന്ന്, അതിനായി പ്രാർത്ഥിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ അതിന് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജ്റ വർഷത്തിലെ 12ാമത്തെ മാസമായ ദിൽഹിജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ദിൽഹിജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഈ ദിൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. നാമൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഹജ്ജ് കർമ്മത്തിലെ പ്രധാനപ്പെട്ട ഇനങ്ങളെല്ലാം നടക്കുന്നത് ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10 അപ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ അനുഗ്രഹം ചൊരിയുന്ന ബർക്കത്താക്കപ്പെട്ട സമയങ്ങളാണ് ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്നത്. ധാരാളമായി പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഈ വിഷയകമായി വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തുടങ്ങുന്നത് തന്നെ 89-ാമത്തെ ഒരു അധ്യായം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ്: വൽ ഫജ്ർ വലയാലിൻ അശ്ർ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. പ്രഭാതത്തെ തന്നെയാണ് അല്ലാഹു തആല സത്യം ചെയ്ത് ആണയിട്ട് പറയുന്നു. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ്, അരുണോദയത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ്, 10 ദിനരാത്രങ്ങൾ, 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം. അപ്പോൾ ഇവിടെ അല്ലാഹു തആല ആണയിട്ട് സത്യം ചെയ്ത് പറയുന്ന ഈ 10 ദിനരാത്രങ്ങൾ അത് ഏതാണ്? പ്രധാനമായും 2 അഭിപ്രായമാണ് ആ വിഷയകമായി വന്നിട്ടുള്ളത്. ഒന്ന്, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസം എന്നാണ്. റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസം. രണ്ടാമത്തെ അഭിപ്രായം ദിൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്നാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ രണ്ടാമത്തെ അഭിപ്രായത്തിനാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ അറിയിക്കുകയാണ്: മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമൽ അശ്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു: അല്ലാഹുവിന് അമലുകൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയങ്കരമായ അമല്, അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല് ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10 ചെയ്യുന്ന അമലുകളാണ്. അത്രമാത്രം അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടുന്ന അമലുകൾ, ആ 10 ചെയ്യുന്ന അമലുകൾ പോലെ ഇഷ്ടകരമാകുന്ന അമലുകൾ വേറെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്: വലൽ ജിഹാദു യാ റസൂലല്ലാഹ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ധർമ്മസമരം, യുദ്ധം, അതും അതിനേക്കാളും അധികം പ്രിയങ്കരമാണോ ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10 അമലുകൾ? യുദ്ധം ചെയ്യുന്നതിനേക്കാൾ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് വീരമൃത്യു, രക്തസാക്ഷിത്വം വരിക്കുന്ന ആ പ്രവൃത്തിയെക്കാളും അല്ലാഹു തആലാക്ക് പ്രിയങ്കരമാണോ ദിൽഹിജ്ജ ആദ്യത്തെ 10 ചെയ്യുന്ന അമലുകൾ എന്ന് സഹാബത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകുന്നത്: അതേ, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം. പക്ഷേ ആ യുദ്ധം ചെയ്യാൻ പോയി അയാൾ അതിൽ മടങ്ങി വരാതെ രക്തസാക്ഷിത്വം വരിക്കുന്ന യുദ്ധമാണെങ്കിൽ അത് വേറെ തന്നെയാണ്, അത് വേറെ തന്നെയാണ്. ആ പ്രതിഫലം അതിന് വേറെ തന്നെയാണ്. അതല്ലാണ്ട് രക്തസാക്ഷിത്വം വരിക്കാതെ അയാളുടെ ശരീരവും സമ്പത്തുമായി യുദ്ധം ചെയ്ത് അയാൾ മടങ്ങി വരുന്നുവെങ്കിൽ ആ യുദ്ധത്തെക്കാളും അധികം പ്രാധാന്യം ദിൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുള്ള അമലുകളാണ്. ആ അമലുകൾ അല്ലാഹു തആലാക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ദിൽഹിജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നാം വളരെ ഗൗരവത്തോടെ, പ്രാധാന്യത്തോടെ നാം ഉപയോഗപ്പെടുത്തണം, മനസ്സിലാക്കണം. ഇനി ഈ ഹദീസ്, ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ച ഈ ഹദീസ്, ഇതിനെ വിശദീകരിച്ച് മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ബുഖാരിയുടെ വിശദീകരണമായ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം പറയുകയാണ്:
എന്തേ ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10 ഇത്രമാത്രം പ്രാധാന്യം വരാനുള്ള കാരണം? വല്ലദി യൽഹറു അന്ന സബബ, അതിനുള്ള സബബ്, അതിൻ്റെ കാരണം എന്തേ അത്രമാത്രം ഈ അശ്റ ദിൽഹിജ്ജയെ ഇത്രമാത്രം സവിശേഷതയുണ്ടാക്കാൻ, അതിൻ്റെ ആദ്യത്തെ 10 ഇത്രയേറെ സവിശേഷതയുണ്ടാകാനുള്ള കാരണം എന്താണ്? ലിമക്കാനി ഇജ്തിമായി ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, ഒരുപാട് പ്രധാനപ്പെട്ട ഇബാദത്തുകളുടെ സമ്മേളനമാണ്. ഒരുപാട് ഇബാദത്തുകൾ ഈ ആദ്യത്തെ ദിൽഹിജ്ജ ആദ്യത്തെ 10 ഒരുമിച്ച് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ആ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നിസ്കാരമുണ്ട്. നിസ്കാരം സാധാരണ 5 നേരം നിസ്കാരം എല്ലാ ദിവസവും ഉള്ളതുപോലെ ആ ദിവസങ്ങളിലും വരുന്നുണ്ട്. അതിന് പുറമെ വസിയാം, നോമ്പ് വരുന്നുണ്ട്. ഒരാൾക്ക് ദിൽഹിജ്ജ ആദ്യം മുതൽ അതേ 9ഓളം 10ഓളം അറഫ വരെയുള്ള നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പുണ്യകരമായ കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അമലു സാലിഹ് എന്ന് പറയുന്നതിൽ അതും ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും അറഫായുടെ നോമ്പ് അതിന് വലിയ പ്രാധാന്യമാണുള്ളത്. 2 വർഷത്തെ പാപത്തെ പൊറുപ്പിക്കാൻ മാത്രം പര്യാപ്തമാകുന്ന നോമ്പാണ് അറഫയിലെ നോമ്പ്. അതേപോലെ വസ്സദഖ, ദിൽഹിജ്ജ ആദ്യത്തെ 10 ചെയ്യുന്ന സദഖകൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. വൽ ഹജ്ജി, ഹജ്ജിന്റെ പ്രധാനമായ കർമ്മങ്ങൾ നടക്കുന്നത് ദിൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്. വദബ്ഹിൽ അല്ലാഹി, അതേപോലെ ഉളുഹിയ്യത്തുകളെല്ലാം ആളുകൾ അറുക്കുന്നതും അതേ ആ ദിൽഹിജ്ജ 10 വസ്സലാത്തുൽ ഈദ്, പെരുന്നാൾ നിസ്കാരമുണ്ട്. ഇതെല്ലാം ഇത്രയെല്ലാം അമലുകൾ ഒരുമിച്ച് കൂടുന്നത് എപ്പോഴാണ്? ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10 അതിന് പുറമെ ധാരാളം തക്ബീറുകൾ അധികരിപ്പിക്കേണ്ട സമയങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ ഉദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്, ഫി അയ്യാമിൻ മഅലൂമാത്ത് എന്നൊക്കെ പറയുന്നതിൽ ഈ 10 ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും മുഖയ്യദായ തക്ബീർ എന്ന് പറയപ്പെടുന്ന ഫുഖഹാക്കൾ പറയുന്ന മുഖയ്യദായ തക്ബീറുകൾ അറഫാ ദിവസത്തിന്റെ സുബ്ഹി മുതൽ, അറഫാ ദിവസത്തിന്റെ ഫജ്ർ നിസ്കാരം മുതൽ തുടങ്ങി അയ്യാമു തശ്രീഖിന്റെ അസ്ർ നിസ്കാരം, അതിന്റെ നിസ്കാരത്തിന്റെ ശേഷമുള്ള തക്ബീറുകൾ പ്രത്യേകമായ പ്രാധാന്യം അർഹിക്കുന്നു. ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10 ഇത്രമാത്രം പ്രാധാന്യമുള്ളത് എന്ന് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പം തന്നെ നാം ഒരുങ്ങേണ്ട ഒരു കാര്യമാണ്, ഒരു പുണ്യകർമ്മമാണ് ഉളുഹിയ്യ എന്ന് പറയുന്നത്. ബലികർമ്മം എന്നത് അതൊരു ആരാധനാകർമ്മമാണ്. അതൊരു ഇസ്ലാമിക ചിഹ്നമായിട്ടാണ് അതിനെ കാണുന്നത്. അള്ളാഹുവിൻ്റെ ശആയിറുല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് വെച്ചാൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആരാധനാ കർമ്മമാണ്. അള്ളാഹുവിലേക്ക് അവൻ്റെ അടിമയെ കൂടുതൽ അടുപ്പിക്കുന്ന, കൂടുതൽ സമീപസ്ഥമാക്കുന്ന ഒരു ആരാധനയാണ് ബലികർമ്മം എന്നുള്ളത്. ഇത് ഇസ്ലാമിൻ്റെ മാത്രമല്ല, പല മതവിഭാഗങ്ങൾക്കും അവരുടേതായിരിക്കുന്ന ബലികർമ്മമുണ്ട്. ഹൈന്ദവ മതത്തിലുമുണ്ട്. അവരുടെ വേദഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം, അവരുടെ വേദഗ്രന്ഥത്തിലും ബലികർമ്മമുണ്ട്. ക്രിസ്തീയ മതത്തിലും ബലികർമ്മമുണ്ട്, ജൂതമതത്തിലും ബലികർമ്മമുണ്ട്. അങ്ങനെ വേറെ പല മതങ്ങളിലും ബലികർമ്മം നമുക്ക് കാണാൻ സാധിക്കും. ഇത് പരിശുദ്ധ ഖുർആനും എടുത്തു പറയുന്നുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകാ, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഓരോ സമുദായത്തിനും നാം ഓരോ തരത്തിലുള്ള ബലികർമ്മം നാം നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നുണ്ട്, എല്ലാ ഉമ്മത്തിനും പ്രവാചകന്മാർ അവതീർണമായ ഓരോ സമുദായത്തിലും ബലികർമ്മമുണ്ട്. എന്തിനാണ് ആ ബലികർമ്മം നിശ്ചയിച്ചിട്ടുള്ളത്? അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റ് എന്താണ്? അതും അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭക്ഷിക്കാനായി അനുവദിച്ച മൃഗങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ, അത് ഭക്ഷ്യയോഗ്യമാക്കിയതായിരിക്കുന്ന ആ മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കാൻ 2 ഉദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബലികർമ്മത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം 2ആണ്. ഒന്ന്,
അതിന്റെ രക്തമോ മാംസമോ ഖുർആൻ പറയുന്നു ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അതിന്റെ രക്തമോ മാംസമോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല. കാരണം എന്താണ് അങ്ങനെ അല്ലാഹു പറയാനുള്ള കാരണം? അറബ് മുശ്രിക്കുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിലും അതുപോലെ ജാഹിലിയ്യ കാലത്തുമെല്ലാം തന്നെ അവർ ബലിമൃഗങ്ങളെ ബലിയർപ്പിച്ചിരുന്നു. വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, മൂർത്തികൾക്ക് മുമ്പിൽ അവർ ബലിയർപ്പിച്ചിരുന്നു. അതേപോലെ അള്ളാഹുവിന്റെ പേരിലും അള്ളാഹുവിനും അവർ ബലിയർപ്പിച്ചിരുന്നു. മൂർത്തികൾക്ക് മുമ്പിൽ അവർ ബലിയർപ്പിക്കുമ്പോ അതിൻ്റെ രക്തം അവർ അതിൻ്റെ ആ വിഗ്രഹങ്ങളുടെ തലയിലും മറ്റുമെല്ലാം തന്നെ അതിനെ തെളിച്ചിരുന്നു. അതൊരു പുണ്യകർമ്മമായി അവർ അതിനെ കണ്ടിരുന്നു. അതിൻ്റെ മാംസം ആ വിഗ്രഹങ്ങൾക്ക്, മൂർത്തികൾക്ക് മുമ്പിൽ കൊണ്ടുവച്ചിരുന്നു. ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുമ്പോ ആ മൃഗങ്ങൾ നിന്നിട്ട് ഒഴിക്കുന്നതായിരിക്കുന്ന രക്തം, അതിന്റെ ബ്ലഡിനെ കഅബാലയത്തിന്റെ ഗോഡകളിൽ, കഅബാലയത്തിന്റെ ഭിത്തികളിൽ അവർ ഇങ്ങനെ തെളിപ്പിച്ചിരുന്നു. അവർ മനസ്സിലാക്കിയിരുന്നത് ഇതൊരു പുണ്യകർമ്മമാണ്, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാണ്. എന്ന് മാത്രമല്ല, അതിൻ്റെ മാംസങ്ങൾ, വലിയർത്ത മൃഗങ്ങളുടെ മാംസങ്ങൾ കഅബാലയത്തിന്റെ ഗോഡയിലേക്ക് എറിഞ്ഞിട്ട് അതിനെ പറ്റിപ്പിടിപ്പിക്കുമായിരുന്നു. ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ അറബ് മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ടപ്പോ ചില സഹാബത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങനെ കഅബാലയത്തിന്റെ ഭിത്തിയുടെ മുകളിൽ രക്തം തെളിപ്പിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണെങ്കിൽ, മാംസം എറിഞ്ഞ് വെച്ച് പിടിപ്പിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണെങ്കിൽ ഞങ്ങളും ചെയ്യട്ടെ, ഞങ്ങൾക്കും അതിനുള്ള അവസരം തരും, ഞങ്ങളും അങ്ങനെ എന്താക്കാം, ഈ നമ്മളുടെ ബലിമൃഗത്തിന്റെ ചോര അത് കഅബാലയത്തിന്റെ ഗോഡകളിലേക്ക് ഞങ്ങൾ തെളിപ്പിക്കട്ടെ, അതിന്റെ മാംസം അതിന്റെ കഅബാലയത്തിന്റെ ഭിത്തികളിൽ, ഗോഡകളിൽ ഞങ്ങൾ എറിഞ്ഞ് പിടിപ്പിക്കട്ടെ. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുന്നത്, ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ രക്തം അല്ലാഹുവിലേക്ക് എത്താൻ പോകുന്നേയില്ല. നിങ്ങൾ ബലിയറുത്ത ആ മൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ലാഹുവിലേക്ക് എത്താൻ പോകുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ ഭയഭക്തിയാണ്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ വിശുദ്ധിയാണ്, നിങ്ങൾ നിർവഹിക്കാൻ പോകുന്ന ആ തൗഹീദിന്റെ ബലി, അതിന്റെ പിന്നിലുള്ള നിങ്ങളുടെ തൗഹീദാണ് അല്ലാഹുവിനെ ഏകത്വമാക്കുക. ലോകത്ത് അല്ലാഹു അല്ലാത്ത വസ്തുക്കൾക്കെല്ലാം തന്നെ ബലിയർപ്പിക്കപ്പെടുന്ന സംവിധാനം ഉണ്ടാകുമ്പോ അല്ലാഹുവിന് മാത്രം നിങ്ങൾ ബലിയർപ്പിച്ച് അവന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് എത്ര മാത്രം നിങ്ങൾക്ക് അല്ലാഹുവോട് ആ പ്രീതിയുണ്ട്, ആ മഹബ്ബത്തുണ്ട് എന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അത് മാത്രമാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത് എന്ന ഈ ആയത്ത് ആ സന്ദർഭത്തിൽ അല്ലാഹു അവതരിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊന്ന് പറയുന്നത്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. നിങ്ങൾക്ക് ഈ മൃഗങ്ങളെ അല്ലാഹു തആല ഭക്ഷ്യയോഗ്യമാക്കി തന്നതിനെ നിങ്ങൾ ഓർക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ബോധം നിങ്ങൾക്കുണ്ടാകണം. വലിയ ഒരു കാര്യമാണ്, അല്ലാഹുവിൻ്റെ ഒരു വലിയ ഒരു ഖുദ്റത്താണ്, ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ ഈ ബലിമൃഗത്തിലൂടെ, നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. നാം ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്ക് നിങ്ങൾ, ഇന്ന് ലോകത്ത് മനുഷ്യൻ ഏറ്റവും അധികം അറുത്ത് ഭക്ഷണമായി ഉപയോഗിക്കുന്ന മൃഗങ്ങൾ ഏതാണ്? ഒന്ന് ഒട്ടകമാണ്, പശുവാണ്, മൂരിയാണ്, അല്ലേ? ആട്, പോത്ത് തുടങ്ങിയ ആടുമാട്, ഒട്ടകങ്ങൾ. എത്രമാത്രമാണ് മനുഷ്യൻ അർത്ഥവയെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഉപയോഗിക്കപ്പെടുന്ന, ഭക്ഷ്യമായി ഉപയോഗിക്കപ്പെടുന്ന വേറെ മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഓരോ ദിവസവും മനുഷ്യൻ ലക്ഷക്കണക്കിന് ആടുമാട്, ഒട്ടകങ്ങളെ അറുക്കുന്നുണ്ട്, ഇവിടെ അറുക്കപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിയും, ഈ ആടുമാട്, ഒട്ടകങ്ങൾ പ്രസവിക്കുന്നതോ ഒരു കുഞ്ഞിനെയാണ്, അല്ലേ? കൂടിപ്പോയാൽ 2 കുഞ്ഞിനെയാണത് പ്രസവിക്കുന്നത്. ചില ആടുകളൊക്കെ 3 or 4 ഒക്കെ പ്രസവിച്ചെന്ന് വരും. എങ്കിലും സാധാരണയായി ഒരു കുഞ്ഞിനെയാണ് അവ പ്രസവിക്കുന്നത്. എന്നിട്ട് ഈ നാൽക്കാലി മൃഗങ്ങൾ മനുഷ്യൻ ലക്ഷക്കണക്കിന് ഇവിടെ അവൻ്റെ ഭക്ഷ്യ സാധനമായി അവൻ അതിനെ അറുത്തും കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ആ മൃഗങ്ങളുടെ വംശവർദ്ധനക്ക്
അതിൻ്റെ ലഭ്യതയ്ക്ക് യാതൊരു കുറവും ഇവിടെ ഉണ്ടാകുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ലക്ഷക്കണക്കിന് മൃഗങ്ങളെ മനുഷ്യൻ അറുക്കുന്നു. അവ പ്രസവിക്കുന്നതാകട്ടെ ഒരു കുഞ്ഞിനെയാണ്, കൂടിപ്പോയാൽ 2 കുഞ്ഞിനെയാണ്. എന്നിട്ടും അവയുടെ വംശവർദ്ധനവിന് യാതൊരു കുറവുമില്ല. ഇവിടെ മനുഷ്യന് ധാരാളമായി ഭക്ഷ്യയോഗ്യമാക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലേ? എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്ന, ആലോചിച്ചു നോക്ക്. മനുഷ്യന് ഭക്ഷ്യയോഗ്യമല്ലാത്ത മൃഗങ്ങളെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നായ, പൂച്ച, കരിമ്പൂച്ച, കാട്ടുപന്നി, അവയൊക്കെ എത്രയാണ് പ്രസവിക്കുന്നത്? ഓരോ പ്രസവത്തിലും 4, 5, 6 ഒക്കെ പ്രസവിക്കുന്നില്ലേ? ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇത് പടച്ച തമ്പുരാനത് ഓർക്കാൻ വേണ്ടി അവൻ്റെ ഒരു ദൃഷ്ടാന്തം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ മൃഗങ്ങളും 4, 5, 6 പ്രസവിക്കുന്നു. ചില സമയത്തൊക്കെ ഒരു വർഷത്തിൽ തന്നെ 2, 3 പ്രാവശ്യവും പ്രസവിക്കുന്ന മൃഗങ്ങളെയും നമുക്ക് കാണാം. മനുഷ്യൻ ഭക്ഷ്യയോഗ്യമാക്കുന്ന മൃഗങ്ങൾ, ആ മൃഗങ്ങളെ പോലെ ഇവയും നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇത്രയെല്ലാം പ്രസവിക്കുന്ന മൃഗങ്ങൾ ഇവയും അതേപോലെ നിലനിൽക്കുകയാണെങ്കിൽ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ തന്നെ സാധ്യമല്ലാതെയായി വരും, അല്ലേ? മനുഷ്യർ ഒറ്റപ്പെട്ട മനുഷ്യരൊക്കെ അതിനെ ഭക്ഷിക്കുന്നുണ്ടില്ല എന്നല്ല. ചൈന പോലത്തെ നാടുകളിൽ നായ പോലത്തെ ഇതിനെ നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഉണ്ടാകും. എങ്കിലും വ്യാപകമായി അവയൊന്നും ഭക്ഷിക്കുന്നില്ല, നായയും പൂച്ചയൊന്നും ഭക്ഷിക്കുന്നില്ല. എന്നിട്ടും അവയുടെ വംശവർദ്ധന, ഈ നമ്മൾ ഭക്ഷിക്കുന്ന മൃഗങ്ങളെ പോലെ വംശവർദ്ധന നമുക്ക് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എവിടെയോ എങ്ങനെയോ അതെല്ലാം ചത്തുപോകുന്നു, അതില്ലാണ്ടായി തീരുന്നു. പടച്ച തമ്പുരാൻ സംവിധാനിച്ച ഈ എൻവയോൺമെന്റൽ സിസ്റ്റമിൽ, ഇവിടുത്തെ എക്കോ സിസ്റ്റമിൽ പടച്ച തമ്പുരാൻ സംവിധാനിച്ച പാരിസ്ഥിതികമായ വ്യവസ്ഥയുടെ ഭാഗമാണ്. അത് അല്ലാഹുവിൻ്റെ ഖുദ്റത്താണ്, അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതാണ് അല്ലാഹു പറയുന്നത്, ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. നിങ്ങൾ ഈ ദൃഷ്ടാന്തം നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷ്യയോഗ്യമാക്കി തന്ന ഈ മൃഗങ്ങൾ, അത് നിങ്ങൾ ബലിയറുക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഈ ഖുദ്റത്ത്, അവൻ്റെ ഈ മഹത്തായ അനുഗ്രഹം നിങ്ങൾ ഓർക്കണം. വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റാ നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹാ വലക്കും ഫീഹാ മനാഫിഉ കസീറാ വമിൻഹാ തഅകുലൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു തആല പറയുന്നുണ്ട്, വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റാ. നിങ്ങൾക്ക് അൻആമിൽ പാഠമുണ്ട്, നീതി പാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. അൻആം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്, അല്ലേ? 6-ാമത്തെ അധ്യായം. അതിന്റെ പേരെന്താണ്? സൂറത്തുൽ അൻആം. അൻആം, ബഹീമത്തുൽ അൻആം. അൻആം, അൻആം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നാൽക്കാലി മൃഗങ്ങൾ. നാൽക്കാലി മൃഗങ്ങൾ, കന്നുകാലികൾ, ജാനുവാറുകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭക്ഷ്യമായി ഉപയോഗിക്കുന്ന ഒട്ടകം, ഒണ്ടെ, അതേപോലെ തന്നെ ആടുകൾ, പശു, പോത്ത്, ഇതിനൊക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണ് അൻആം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിൽ നിങ്ങൾക്ക് പാഠമുണ്ട്, നിങ്ങൾക്കതിലൂടെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിൻ്റെ വയറ്റിലെ ഉൾഗത്തിൽ നിന്ന് വരുന്ന പാല്, ശുദ്ധമായ പാല് നിങ്ങളതിനെ ഉപയോഗപ്പെടുത്തുന്നു. വലക്കും ഫീഹാ മനാഫിഉ കസീറാ, വേറെ ഒരുപാട് പ്രയോജനങ്ങൾ നിങ്ങൾക്കതിലുണ്ട്. വമിൻഹാ തഅകുലൂൻ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല നിങ്ങൾക്കതിനെ ഭക്ഷണത്തിന് ഉപയോഗപ്പെടുത്താൻ ഭക്ഷ്യയോഗ്യമാക്കി തന്നു, അല്ലേ? അപ്പൊ ഇതൊക്കെ ഓർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ബലികർമ്മം നിർവഹിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ബലികർമ്മം നിർവഹിക്കാൻ മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ട്, എന്നിട്ട് അവൻ ബലികർമ്മം നിർവഹിച്ചില്ല എങ്കിൽ ഫലാ യഖുർബന്ന മുസല്ലാന, നമ്മുടെ മുസല്ലയിലേക്ക് പോലും അവൻ അടുക്കണ്ട, വരണ്ട, ആവശ്യമില്ല. അത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെയല്ലേ ബലികർമ്മം എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ അത് നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞവരുണ്ട്, അത് ഉജൂബാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ സഹാബത്തുൽ കിറാം എന്ന് ഭൂരിഭാഗം, അതുപോലെ ഫഖഹാക്കളും താബീങ്ങളും ഭൂരിഭാഗവും എല്ലാം പറയുന്നത് അത് സുന്നത്ത് മുഅക്കദാണ്, പ്രബലമായ സുന്നത്താണ്.
അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു സുന്നത്താണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഈ ഉളുഹിയ്യത്താകുന്ന ബലി നിർവഹിക്കണം. അത് തൗഹീദിൻ്റെ ബലിയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നാം നോക്കിയാൽ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ കാലത്തും ഉണ്ടായിരുന്നു, ഇന്നും നമുക്ക് കാണാം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഅനല്ലാഹ് മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി നടത്തുന്നത് അവരെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. നാം കേട്ടിട്ടുണ്ടല്ലോ ചില നേർച്ചക്കോഴികളെ പറ്റി, നേർച്ചക്കോഴികൾ, നേർച്ചയാക്കിയ ആടുകളെ പറ്റിയൊക്കെ. ആരുടെ പേരിലാണ് നേർച്ചയാക്കുന്നത്? അല്ലാഹുവിന്റെ പേരിലാണോ? അല്ല, ഏതെങ്കിലും മഹാന്മാരുടെ പേരിൽ. സൂറത്ത് മാഇദയിൽ പറഞ്ഞത് ഇതിനെ പറ്റിയാണ്. പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ബലിയർപ്പിക്കപ്പെട്ടത്. പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ പ്രതിഷ്ഠ ഉണ്ടായാലും ഇല്ലെങ്കിൽ നുസുബ് എന്ന് പറയുന്നത് അത് വ്യാപകമായ ഒരു അർത്ഥത്തിലുള്ള ഒരു വാക്കാണ്. മൂർത്തികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഏതെങ്കിലും മഹാന്മാരുടെ പേരിൽ അവർ മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ബലിയർപ്പിക്കപ്പെടുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും സന്നിധാനം, അയ്യപ്പ സന്നിധാനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഗുരുവായൂരപ്പ സന്നിധാനം, അവിടെ നേർച്ചയാക്കപ്പെട്ടാലും അവിടെ മൂർത്തികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അതൊക്കെ ഈ നുസുബ് എന്ന് പറയുന്നതിൽ പെടുന്നുണ്ട്. അങ്ങനെ ആ നുസുബിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത്, അതേ നേർച്ചക്കോഴികൾ, നേർച്ചയുടെ ആടുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിലും കർണാടകയിലൊക്കെ ഉണ്ടായിരുന്നു ചില കോഴികളെ നേർച്ചയാക്കുക. ആരുടെ പേരിൽ? മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ, റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ ആടുകളെ നേർച്ചയാക്കുന്ന സമ്പ്രദായം, കോഴിയെ നേർച്ചയാക്കുന്ന സമ്പ്രദായം മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ. അതുപോലെ തന്നെ ഉള്ളാളത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ മനുഷ്യൻ്റെ പേരിലും കോഴികളെയും ആടുകളെയും എല്ലാം നേർച്ചയാക്കപ്പെടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് എന്നും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഈ കോഴികളും ഈ ആടുകളും ഇങ്ങനെ സ്വതന്ത്രമായ നിലക്ക് വിഹരിക്കും. കണ്ടവന്റെ വീട്ടുവളപ്പിലേക്കൊക്കെ പോകും. അവിടെ ഉള്ളതൊക്കെ, അവിടെ പച്ചക്കറികളും മറ്റുമെല്ലാം തന്നെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കും, തിന്നു തീർക്കും. ആരും ഒന്നും പറയില്ല, പേടിയാണ്. കാരണം മഹാന്മാരുടെ, ഔലിയാക്കന്മാരുടെ പേരിൽ നേർച്ചയാക്കപ്പെട്ടത് എന്ന പേടിയാണ് അവർക്കുള്ളത്. സ്വതന്ത്രമായി അതിനെ വിടും, എന്നിട്ട് പിന്നീട് അവസാനമായി അതിനെ അറുക്കും. ആർക്ക് വേണ്ടി ഇറക്കുന്നത്? ആരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്? അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണോ? അല്ല, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്, റിഫായി ഷെയ്ഖിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്, ഉള്ളാളത്ത് ഷെയ്ഖിന്റെ ആ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. ഇതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർക്കുന്നവൻ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിലക്ക് ബലിയർപ്പിക്കപ്പെടുന്ന സമ്പ്രദായങ്ങൾ നിലനിൽക്കുമ്പോൾ നാം ഓരോരുത്തരും തൗഹീദിൻ്റെ ബലികൾ ധാരാളമായി നിർവഹിക്കണം. അതിനു വേണ്ടി ഇപ്പോൾ തന്നെ തയ്യാറെടുക്കണം. നല്ല തരത്തിലുള്ള മൃഗങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ നടത്തണം എന്ന് മാത്രമല്ല, അങ്ങനെ ബലിയർക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു സുന്നത്തും കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണത്? إذا رأيتم هلال ذي الحجة وأراد أحدكم أن يضحي فليمسك عن شعره وأظفاره. നിങ്ങളിൽ ആരെങ്കിലും ദിൽഹിജ്ജയുടെ നിലാവ് കാണുകയും ആരെങ്കിലും ഉളഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ അവൻ്റെ മുടിയും അവൻ്റെ നഖവും അവൻ നീക്കാതെ പിടിച്ചു വെക്കട്ടെ ഉളഹിയത്ത് അറുക്കുന്നത് വരെ. മുടിയോ നഖമോ നീക്കാതിരിക്കുക എന്നത് അതൊരു തെറ്റായ കാര്യം എന്ന നിലക്കല്ല, അതൊരു പുണ്യകരമായ കാര്യമാണ്. നീക്കാതിരിക്കുക, മുറിക്കാതിരിക്കുക, ഉളഹിയത്ത് എടുക്കുന്നത് വരെ എന്താക്കണം? അതിനെ അങ്ങനെ തന്നെ പിടിച്ചു വെക്കണമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്താണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്രയും കാര്യങ്ങൾ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റിൻ്റെ കീഴിൽ അതിനുള്ള വ്യവസ്ഥകൾ, സംവിധാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലും അതിൻ്റെ കൗണ്ടറുണ്ട്. ഒരു ഷെയർ ചേരാൻ താല്പര്യമുള്ളവർ, ഇപ്പോൾ ആട് പോലത്തതൊക്കെയാണെങ്കിൽ അതിൽ ഷെയർ ചേരാൻ പറ്റുകയില്ല. ഒരു കുടുംബനാഥൻ അവൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു ആടർത്താൽ അത് ആ കുടുംബത്തിനെല്ലാവർക്കും മതിയാകും, അവനും അവൻ്റെ ഭാര്യ മക്കൾക്കും മതിയാകും. എന്നാൽ ഷെയർ ചേരാൻ പറ്റുകയില്ല. ഷെയർ ചേരണമെങ്കിൽ പോത്തോ അല്ലെങ്കിൽ ഒട്ടകമോ മൂരിയോ ഇതുപോലത്തതാകണം. അങ്ങനെ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. ഓരോ ഷെയറിന് 5500 റുപ്പികയാണ്. അതിനുള്ള കൂപ്പണൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ അതിന് താല്പര്യമുള്ളവർ എല്ലാവരും അതിന് താല്പര്യപ്പെടണം. ആ കൂപ്പൺ കരഗതമാക്കി അങ്ങനെ ഷെയറിലൂടെ ബലിയർക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ളൊരു അവസരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ബലികർമ്മം പോലോത്ത ധാരാളം പുണ്യകർമ്മങ്ങൾ ഇനിയുള്ള നാളുകളിൽ നിർവഹിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. ما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ സഹോദരിമാരെ, ദിൽഹിജ്ജ ആദ്യത്തെ 10 അതുമായി ബന്ധപ്പെട്ട ബലികർമ്മവുമായിട്ട് ചില കാര്യങ്ങളൊക്കെ നാം ഇവിടെ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ ബലിമൃഗങ്ങളെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് അവിടെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആര് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ, ഷിആറുകളെ, ഇസ്ലാമിൻ്റെ ധർമ്മലംഘനകളെ ആര് ആദരിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അതവൻ്റെ ഹൃദയങ്ങളിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇവിടെ ചിഹ്നങ്ങൾ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് അത് ബലിമൃഗമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഖുർആനിൽ ഒട്ടകത്തെ പറ്റി അള്ളാഹുവിൻ്റെ ചിഹ്നമെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബലിമൃഗം അള്ളാഹുവിൻ്റെ ചിഹ്നമാണ്. ആ ചിഹ്നത്തെ, ബലിമൃഗത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മേത്തരം ബലിമൃഗമായിരിക്കണം നാം അതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, 4 തരത്തിലുള്ള മൃഗങ്ങൾ അതിനെ നിങ്ങൾ ബലിക്കായി നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. അർബഅത്തുൻ ലാ യജ്സീന ഫില്ലല്ലാഹി, 4 തരത്തിലുള്ള മൃഗങ്ങൾ അത് ഉളഹിയത്തിന് പറ്റുകയില്ല. അൽ അവറാവുൽ ബയ്യിനു അവറുഹാ, വ്യക്തമായ നിലക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. മനസ്സിലാക്കണം, റസൂലുള്ളാഹി പറഞ്ഞത് വ്യക്തമായ നിലക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. വൽ മരീളത്തുൽ ബയ്യിനു മർളുഹാ, വ്യക്തമായ നിലക്ക് രോഗം പിടിപ്പെട്ടവ. വ്യക്തമായ നിലക്കെന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടായാൽ പ്രശ്നമല്ല. ചെറിയ രീതിയിൽ സാധാരണ സ്വാഭാവികമാണ്, കാലാവസ്ഥക്കനുസരിച്ച് മൂക്കിലൂടെ ചില മൃഗങ്ങളുടെ വെള്ളം വരും, ജലദോഷം പോലത്തെ ചെറുത്, അത് പ്രശ്നമല്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് മരീലത്തുൽ ബയ്യിനു മർളുഹാ, വ്യക്തമായ നിലക്ക് രോഗം പിടിപ്പെട്ടവ. അതേപോലെ തന്നെ വൽ അർജാവുൽ ബയ്യിനു ദൽഉഹാ, വ്യക്തമായ നിലക്ക് പിന്നെ മുടന്തുള്ള, കോട്ടം സംഭവിച്ച, മറ്റുള്ള മൃഗങ്ങളുടെ കൂടെ ഓടാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ കഴിയാത്ത ആ നിലക്ക് മുടന്തുള്ളതായിരിക്കുന്ന മൃഗങ്ങൾ. വൽ ഖസീറത്തുല്ലത്തി ലാ തുൻഖാ, അതേപോലെ മെലിഞ്ഞ് മാംസമെല്ലാം തന്നെ കുറഞ്ഞ് കൊഴുപ്പും മജ്ജയുമെല്ലാം തന്നെ നശിച്ച് ക്ഷീണിച്ചു പോയ, അങ്ങേറ്റം ക്ഷീണിച്ചു പോയ മൃഗങ്ങൾ അത് ബലിക്കായി ഉപയോഗപ്പെടുത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വ്യക്തമായ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള പരിക്കുകളൊന്നും പ്രശ്നമല്ല, ചെറിയ രീതിയിലുള്ള പരിക്കുകൾ പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെ ഈ നിലക്കുള്ള മൃഗങ്ങളെ അത് ഉളിഹത്തിന് പറ്റൂല എന്ന് പറയാനുള്ള കാരണം എന്താണ്? വമൻ യുഅല്ലിം ശആയിറല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നമാണത് ബലിമൃഗം, അള്ളാഹുവിൻ്റെ ചിഹ്നമാണ്, അതൊരു ആരാധനയാണ്, നിസ്കാരത്തിൻ്റെ ഒന്നിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പറഞ്ഞിട്ടുള്ളത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, ഓ പ്രവാചകരെ താങ്കൾ താങ്കളുടെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, ബലിയർക്കുകയും ചെയ്യുക. നിസ്കാരം ഏതൊരു റബ്ബിനാണോ നാം നിർവഹിക്കുന്നത് ആ റബ്ബിന് തന്നെയായിരിക്കണം ബലികർമ്മവും നിർവഹിക്കേണ്ടത്.
തൗഹീദിൻ്റെ ബലി ധാരാളമായി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാനിവിടെ വിവരിച്ചതുപോലെ എല്ലാം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ബലികർമ്മം നിർവഹിക്കണം. പ്രിയമുള്ളവരെ, പിശാച് നമ്മളെ വസ്വാസിലാക്കും. നീയൊന്നും പ്രശ്നം അറക്കേണ്ടതൊന്നുമില്ല, അതൊക്കെ വലിയ വലിയ പണക്കാരെടുത്താൽ മതി. അങ്ങനെ ഒന്നും ആ പിശാചിൻ്റെ കുതന്ത്രത്തിൽ ആരും പെട്ടുപോകരുത്. സാമ്പത്തികമായ കഴിവുള്ളവരൊക്കെ ആ ബലികർമ്മം നിർവഹിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിൻ്റെ തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് മദ്രസിൻ്റെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലയ്ക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. മദ്രസയുടെ കൺസ്ട്രക്ഷൻ ഇവിടെ മേലെ നടന്നുകൊണ്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം ഒരു കൈ കൊടുത്തതിനെ സഹായിക്കണം. പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട്. ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല സൗകര്യത്തോടു കൂടി നല്ല കംഫർട്ടായിട്ട് പഠിക്കാൻ വേണ്ടി അവിടെ മദ്രസയൊക്കെ നമ്മുടെ പള്ളി കമ്മിറ്റി ഭാരവാഹികളൊക്കെ കൺസ്ട്രക്റ്റിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനാരെങ്കിലും സ്പോൺസർ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരുടെ പേര് കൊടുക്കുക. പ്രത്യേകിച്ചും അടുത്ത നല്ല അനുഗ്രഹീതമായ സമയങ്ങളാണ്, ദുൽഹിജ്ജയുടെ മാസങ്ങളാണ്. ആദ്യത്തെ 10 ദിനരാത്രങ്ങളൊക്കെ വലിയ പോരിശയുള്ളതാണ്. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇത്തരത്തിൽ മദ്രസയ്ക്ക് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണം, സദഖ ചെയ്യണം. അല്ലാഹുവിനടുക്കൽ വലിയ അതൊരു അല്ലാഹുവിനടുക്കൽ നിധിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തിലേക്ക് എത്തുമ്പോൾ ഒരു പർവ്വത സമാനമായ നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ വളർത്താനുള്ളത്, ഇവിടെ മദ്രസയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. LKG മുതൽ 7ാം ക്ലാസ് വരെ ഇവിടെ മദ്രസയുണ്ട്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെയേറെ നമ്മെ വേദനിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സോളം ഇങ്ങനെ കുട്ടികളുണ്ടാകുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ മോൻ SLC പഠിക്കുന്നു എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രമാത്രം നമ്മുടെ ഈമാൻ ദുർബലമാണ് നിങ്ങൾ നോക്ക്. അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും SLCയിൽ എന്തെങ്കിലും കുറവ് വരുമോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതൊരു ഈമാൻ്റെ ദൗർബല്യമല്ലേ? 1 മണിക്കൂർ പഠിച്ചത് കൊണ്ട് നിങ്ങൾ മക്കളുടെ SLCക്ക് എന്ത് നഷ്ടമാണ്, എന്ത് കോട്ടമാണ് വരാൻ പോകുന്നത്? അപ്പോൾ ആ ചിന്ത ഒന്നും ഉണ്ടാകരുത്. നിങ്ങളുടെ മക്കളെ ഇവിടെ അൽഹംദുലില്ലാഹ് എത്രത്തോളം ഇവിടെ മദ്രസുണ്ട്, എത്ര ക്ലാസ് വരെയുണ്ടോ ആ ക്ലാസ് തീരുന്നത് വരെ നിങ്ങളുടെ മക്കളെ ഇവിടെ നിങ്ങൾ പഠിപ്പിക്കണം. അതിന് പുറമേ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷനിന് വേറെ എവിടെ അതിനുള്ള സൗകര്യമുണ്ടോ, അതിവിടെ കർണാടകയിലുണ്ടെങ്കിൽ അങ്ങനെ, കേരളത്തിലാണെങ്കിൽ അവിടെ പോയി നിങ്ങൾ എന്താക്കണം, നല്ല ദീനിയായ വിദ്യാഭ്യാസം മക്കൾക്ക് നിങ്ങൾ നൽകണം. അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ കണ്ണിന് കുളിർമയാകുന്ന മക്കളായവർ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ, പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങളെ അല്ലാഹു തആല പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.